അപ്പം അങ്ങനെ ആൽബിൻ 1-2 പ്രാവശ്യം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്ന് പുള്ളിക്ക് അറിയാം. ഒത്തിരി കട്ടിയുള്ള പരിപാടിയാണെന്ന് പുള്ളി പരിചയമില്ലല്ലോ. അപ്പോൾ ഇത്തിരി കട്ടിയുള്ള പരിപാടിയാണെങ്കിലും ഉടമ്പടി എടുക്കാൻ അല്ലെങ്കിലും ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഇതിൻ്റെ പിന്നിലെല്ലാം അമ്മയുടെ ഒരു ആദ്യം ദൈവം നമ്മളെ അനുഗമിക്കണം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ശരിയാണ്. പിന്നെ നമ്മൾ ദൈവത്തെ അനുഗമിക്കും. ആദ്യകാലങ്ങളെല്ലാം ഇപ്പം അമ്മ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാതാവിനെ കാണാൻ വേണ്ടി ഇവനോട് അടുത്ത് വരാൻ പറഞ്ഞ്. ആരും പറഞ്ഞില്ല, അവൻ്റെ മനസ്സിൽ തന്നെ അവൻ്റെ അന്തരംഗം എനിക്ക് അമ്മയെ അടുത്ത് പോയി കാണണം, അമ്മയെ അടുത്ത് പോയി കാണണമെന്ന് മനസ്സിൽ തോന്നുകയും ഒരു തണുത്ത കാറ്റും സുഗന്ധവും അടിച്ചപ്പോൾ വീണ്ടും അന്തരംഗം പറഞ്ഞു, നീ അടുത്ത് വരരുത്, നീ പോയി കുമ്പസാരിച്ചിട്ട് വരാൻ പറയും. അവൻ തിരിച്ചു പോകും. അതെല്ലാം അമ്മ ഇവനെ നയിക്കുന്ന വഴികളാണ്. നീ അടുത്ത് വരരുത്, അടുത്ത് വരാൻ പറഞ്ഞാൽ ഞാൻ തന്നെയാണ്, പക്ഷെ അടുത്ത് വരണതിന് മുമ്പ് എന്താണ്, വർഷങ്ങളായി നീ അവിശുദ്ധിയിലാണ് ജീവിക്കണത്. അവൻ്റെ അവിശുദ്ധിയൊന്നുമില്ല, അവൻ ആരെയും കൊല്ലാൻ പോയില്ല, അവൻ്റെ ആത്മാവിന് അവൻ തന്നെ കൊന്ന കേസാണ്. നമ്മൾ പറഞ്ഞില്ല ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്ന്. ഞാൻ എൻ്റെ ഒരു ബന്ധുവിനെ അവസാന നിമിഷങ്ങൾ കാണാൻ പറ്റുന്നപ്പോഴും പറഞ്ഞതാണ് ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്ന് പറഞ്ഞത്. ശരിയാണ്, എല്ലാവരും അങ്ങനെ പറയും. പക്ഷെ നമ്മളെ തന്നെ കൊന്നിട്ടുണ്ട്, നമ്മളിലുള്ള ദൈവിക ജീവനെ കൊന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ കൊന്നത് നമ്മുടെ വിശ്വാസത്തെയാണ്. നീ ഇന്നും അനുതാപമില്ലാതെ തന്നെയാണ് നിനക്കങ്ങനെ ഒരു മാനസിക അവസ്ഥ ഉണ്ടെങ്കിൽ നീ കൊന്നിരിക്കുന്നത് നിൻ്റെ വിശ്വാസത്തെയാണ്. എന്താ കാര്യം? വിശ്വാസവും അനുതാപവും ഏതാണ്ട് ഒരേ വാക്കുകൾ തന്നെയാണ്. അനുതാപം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസമില്ലെന്നാണ്. അനുതാപം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസം ഉണ്ടെന്നാണ്. കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഈശോ ആദ്യമായിട്ടും ഭൂമിയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഈ പ്രെമിസിൽ വെച്ചാണ്. എന്താണ്? അനുതപിക്കുക. പറഞ്ഞേ, സുവിശേഷത്തിലെ വിശ്വസിക്കുക. മർക്കോസ് 1:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 1:15. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. 14 വായിച്ചേ. മർക്കോസ് 1:14. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അപ്പൊ യേശു രംഗപ്രവേശനം ചെയ്യുന്നതിന്റെ സൂചനയാണ് അനുതാപം. നിന്റെ ജീവിതത്തിലെ യേശു പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ദൈവപൈതലെ, അനുതാപം ഉണ്ടെങ്കിൽ അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം എനിക്ക് വിശ്വാസം വന്നു കഴിഞ്ഞുവെന്ന്. സുവിശേഷത്തിൽ യേശു പ്രവർത്തനം ആരംഭിക്കുന്നത് മർക്കോസ് 1:14 വെച്ചുകൊണ്ടാണ്. അവൻ ഗലീലയിലേക്ക് വന്നു. എന്താ പറഞ്ഞത്? അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ വിശ്വാസവും അനുതാപവും ഒരേ വാക്കാണ്. നിന്നിൽ വിശ്വാസം ജനിക്കാൻ വേണ്ടി ദൈവം ചിലപ്പോൾ കുറച്ചത് കാത്തിരിക്കും. വരട്ടെ എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ. ആദ്യത്തെ പരീക്ഷയ്ക്ക് തോറ്റു, രണ്ടാമത്തെ സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷയ്ക്ക് തോറ്റു. അപ്പോഴും നിന്നെ തോക്കാൻ ദൈവം അനുവദിക്കും. എന്താ കാര്യം? നീ നിന്നിൽ തന്നെ ആശ്രയിച്ചിരിക്കുകയല്ലേ. നിന്നിൽ ആശ്രയിക്കുന്ന വിധത്തിൽ വെച്ച് ദൈവം തോക്കാൻ അനുവദിക്കും നിന്നെ. കാര്യം എന്താണ്? നീ തന്നെയാണല്ലോ നിൻ്റെ ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കണത്. അപ്പം നിനക്ക് അനുതാപം ഉണ്ടാകാൻ വേണ്ടിയാണ്
തകർച്ച ദൈവം അനുവദിക്കണത് ആ ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമായിട്ടും വരാം. 2:4 റോമർ 2:4 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 2:4. റോമ 2:4. അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? അവിടുത്തെ നിസ്സീമമായ കരുണ നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വിചാരിക്കുമോ, ഞാൻ കള്ളക്കടത്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കഞ്ചാവ് വിറ്റിട്ടുണ്ട്, ഞാൻ കണ്ടവൻ്റെ വണ്ടി അടിച്ചു മാറ്റിയിട്ട് RC പേപ്പർ ചേഞ്ച് ചെയ്ത് വേറെ വേറെ കൊടുത്ത് ജീവിച്ചിട്ടുണ്ട്, ഞാൻ അബോർഷൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ചില ആൾക്കാർ തകരുമെന്ന് എനിക്കറിയാമായിരുന്നിട്ട് ഞാൻ ആ തകർച്ച അവരോട് പറയാതെ അവരുടെ തകർച്ച കണ്ട് ആനന്ദിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ നിനക്ക് പറയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നീ എന്നിട്ട് പറയും, ഓ ഞാനിങ്ങനെ ആൾക്കാരുടെ പൊന്നും പണ്ടമൊക്കെ കട്ടെടുത്തിട്ട് വായ്പ വാങ്ങിയെന്നും പറഞ്ഞ് അത് തൂക്കി വിറ്റിട്ടും അവരുടെ മുമ്പേ മേടിക്കോ ഞങ്ങൾ നാട് വിട്ട് പോകത്തില്ലെന്ന് അവർക്ക് പച്ചക്കും തന്തക്കും തള്ളക്കൊക്കെ വിളിച്ച് ഇങ്ങനെ നീ ദൈവത്തെ മറന്ന് മനുഷ്യത്വമില്ലാതെ ജീവിച്ചിട്ട് നീ പറയണേ എനിക്കൊരു ചുക്ക് സംഭവിച്ചില്ലല്ലോ, ഞാൻ 3 കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്ത്, കല്യാണത്തിന് മുമ്പ് എനിക്ക് പരപുരുഷന്മാരുടെ പരസ്ത്രീകളുടെ ബന്ധമുണ്ടായിരുന്നു, കല്യാണത്തിന് ശേഷം എനിക്ക് പരപുരുഷന്മാരും പല സ്ത്രീകളുടെ ബന്ധമുണ്ട്. എനിക്കത് കുഴപ്പമില്ല, എനിക്ക് വല്ല സിബിലിസും വന്നാൽ, എനിക്ക് വല്ല എയ്ഡ്സും വന്നാൽ, എനിക്ക് വല്ല ആരോഗ്യമുണ്ട് എന്ന് നീ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് പറഞ്ഞ മനസ്സിലായ? നീ ആരോഗ്യത്തെ ഇത്രയും പാപകരമായ ജീവിതത്തിലൂടെ പോയിട്ടും ഇത്രയും കള്ളക്കടവും തോന്നിവാസവും വഞ്ചനയും എല്ലാം നീ കാണിച്ചിട്ടും ഇപ്പോഴും നീ ആരോഗ്യമായിട്ട് നിലനിൽക്കണം. എന്താണ് കാരണം? റോമ 2:4 വായിച്ച്. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? അതാണ്. എന്താ ഒന്ന് പറഞ്ഞേ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ഉദ്ദേശം. അപ്പൊ ഇത്രയും നാളെ നീ അബദ്ധങ്ങളെല്ലാം കാണിച്ചിട്ടും നിനക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ദൈവം ഇങ്ങോട്ട് പോകുന്ന എൻ്റെ മൂക്കി കയറ്റി കളയും, പോയി പണി നോക്കണം, പോയി തൂങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്മയിലേക്ക് പോകുന്ന നമ്മളെയും തിന്മയിലേക്ക് കൊണ്ടുവരുവരെ സാത്താൻ അങ്ങനെ വളരെ തന്ത്രപരമായിട്ട് നമ്മൾ അകപ്പെടുത്താനുള്ള എല്ലാ മാർഗങ്ങളും അവൻ ഉപയോഗിക്കും. അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോഴും അവൻ നിത്യതയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ അവൻ മറച്ച് കളയും. അങ്ങനെ മറച്ച് കളയുമ്പോഴും നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? എടാ ഇതൊക്കെ ഒന്നും ഞാൻ ചെയ്യുന്നത്, ഞാൻ പള്ളിയിൽ പോകില്ല, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ കുമ്പസാരിക്കില്ല, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? അപ്പം എനിക്ക് വല്ല കുഴപ്പമുണ്ടോ, എനിക്ക് വേണ്ട കുഴപ്പമുണ്ടെന്നാണ് നമ്മളോട് ചോദിക്കണത്. പക്ഷെ എന്താണ് കുഴപ്പം? ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. നീ ഇങ്ങനെ ഇത്ര ആധ്യാത്മികമായി അതപ്പതിച്ചിട്ടും കുഴപ്പമില്ലാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവത്തിൻ്റെ കരുണയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? നിന്നെ ഇന്നല്ലെങ്കിൽ നാളെ അനുതാപത്തിലേക്ക് നയിക്കാൻ കഴിയുമെന്നുള്ള ദൈവത്തിൻ്റെ പ്രത്യാശയാണ്. അതാണ് അച്ഛൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞ കാത്തിരിപ്പെന്ന് പറയുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് അവസാനം വരെ പ്രത്യാശയാണ്, അവസാനം വരെ. അപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രത്യാശയുടെ അവസാനം വരെ നമ്മൾ ചെല്ലാതെ നേരത്തെ നമ്മൾ അനുതാപപ്പെടുന്നതാണ് നമുക്കെപ്പോഴും നല്ലത്. അതുകൊണ്ടാണ് ഭജനം പറയണത്, യുവാവേ നിൻ്റെ യൗവനത്തിൽ തന്നെ നീ ദൈവത്തെ അറിയുക, വയസ്സാം പ്രായം ആകാൻ വേണ്ടി നീ കാത്തിരിക്കരുത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ ശോകം കരുണയിൻ സാഗരമേ
എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. സഭാപ്രസംഗകൻ 12:1. സഭാപ്രസംഗം 12:1. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല പറഞ്ഞേ. എന്ന് നീ പറയുന്ന എന്ന് പറഞ്ഞ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പേ യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. ഐസ്ക്രീമിനും അലുവായിലും ഒന്നും സന്തോഷം തോന്നാത്തൊരു കാലം വരും. ഇപ്പം തന്നെ വന്നു തുടങ്ങിയെന്ന് തോന്നണല്ലേ. ഐസ്ക്രീം അലുവയല്ല, ദൈവ അനുഭവം ഉണ്ടായാൽ പോലും സന്തോഷം വരത്തില്ല. അതാ സംഭവം. ആത്മാവിൻ്റെ വാർദ്ധക്യമാണിത്. ആത്മാവിൻ്റെ വാർദ്ധക്യം ശരീരവാർദ്ധക്യത്തെക്കാൾ ഗതികെട്ടാണ് ആത്മാവിൻ്റെ വാർദ്ധക്യം. ആത്മാവിൻ്റെ വാർദ്ധക്യം പ്രാപിച്ചാൽ നിനക്ക് ചിലപ്പോൾ ശാരീരികമായിട്ട് 35 വയസ്സേ ഉള്ളൂ, പക്ഷെ നിൻ്റെ ആത്മാവ് വാർദ്ധക്യം പ്രാപിച്ചിരിക്കുകയാണ്. എന്താണ്? 2 അബോർഷനും കഴിഞ്ഞ് ഒരു ഡൈവേഴ്സും കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് അവൻ പറഞ്ഞിട്ടും അവൾ പറഞ്ഞിട്ടും നീ കൂട്ടാക്കില്ല. എന്താ കാര്യം? അവൻ തിരിച്ചു വന്ന സ്റ്റെപ്പിനെയോ ഔട്ട് പോസ്റ്റോ നിനക്കുണ്ടെങ്കിൽ ആ കമ്പനി അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിനക്ക് ജോലിക്ക് മാത്രം ഉടമ്പടിക്ക് എഴുതിയിരിക്കുകയാണ്. ഭർത്താവ് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അവൻ വരണ്ട. അവൻ വരണമെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ബന്ധങ്ങളൊക്കെ പോകും. അതാണ് പ്രശ്നം. ഉടമ്പടി ചെയ്തിരിക്കണത് നിങ്ങൾ തന്നെയാണ് കുലച്ചോറുണ്ടാക്കിയിരിക്കണേ. ഇതൊന്നും ഈ ഇങ്ങനെ കണ്ണടച്ചൊന്നും ഇരുട്ടാക്കി അങ്ങനെ പെട്ടെന്ന് ഇരുട്ടാകത്തില്ല. മരമറിയാതെ കൊടിയിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ ഒരു ഉടമ്പടിയിൽ നിങ്ങൾ വെച്ചിരിക്കണത് വിദേശ ജോലിയാണ് വെച്ചിരിക്കണത്. അപ്പം കർത്താവ് ചോദിക്കും, ഭർത്താവുണ്ടല്ലോ, ഭാര്യ ഉണ്ടല്ലോ, അവനോട് പിരിഞ്ഞു നിൽക്കാമല്ലേ, അവൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് നീ എന്താ അതിനൊന്നും അതിനെക്കുറിച്ച് ഉടമ്പടി ഒന്നും വേണ്ട. അതും വേണ്ട, അതൊന്നും വേണ്ട, ജോലി മാത്രം മതി, ജോലി മാത്രം മതിയെന്ന്. അതൊന്നും വേണ്ട, ജോലി മാത്രം മതിയെന്ന്. ഇപ്പോഴും ജഡത്തിന് വേണ്ടിയാണ് ഇവർ ജോലി എടുക്കുന്നത്. ഇവൾക്ക് 35 വയസ്സുണ്ടെങ്കിലും ആത്മാവിന് വാർദ്ധക്യമാണ്. നമ്മൾ ഈ സഭാപ്രസംഗി ശാരീരിക വാർദ്ധക്യത്തെക്കുറിച്ച് പറയുകയാണ്. ഒന്നിനും സന്തോഷം വരാത്തൊരു 90 വയസ്സുണ്ടാകുമെന്ന്. 90 വയസ്സ് 35 വയസ്സുള്ളപ്പോഴും ആത്മാവിന് 90 വയസ്സുണ്ടാകുന്ന ഒരു പ്രതിഭാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പാപത്തെ അതൊരു ആഡംബരമായി കണ്ടുകൊണ്ട്, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കണ്ടുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമ 1:29. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ആരാധന, ആരാധന. യേശുവേ ആരാധന. റോമ 1:28. റോമ 1:28. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം. ഒന്ന് പറഞ്ഞേ, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്ക് ദൈവം അവരെ വിട്ടുകൊടുത്തു. അടുത്ത വായിച്ചേ. അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു.
അടുത്ത വായിച്ചേ. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവരെ നിങ്ങൾ ചെയ്യുക മാത്രമല്ല, അത് ചെയ്യാതിരിക്കുക മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. കർത്താവ് പറഞ്ഞ വാക്ക്, ആകാശം മാറിപ്പോകും. കാലങ്ങൾ, ആകാശം എന്ന് പറയുന്നത് ടൈമാണ്. ടൈം ഇസ് ദ മെഷർമെൻറ്റ് ഓഫ് മൂവ്മെൻറ്റ്സ്. ചലനങ്ങളുടെ ആകത്തുകയും ഏകവുമാണ് സമയം, ആകാശം. അത് മാറിപ്പോകും. സമയം മാറാം, കാലങ്ങൾ മാറാം. ബൈബിൾ എഴുതിയ കാലത്തല്ല ഇപ്പം നമ്മൾ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അണ്ണന്മാർ, ഈ സ്വവർഗ ഭോഗികൾ ആശ്രമിച്ചിരിക്കണത്. ബൈബിളിൻ്റെ കാലമല്ല ഇത് വേറെ കാലമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിന്മയ്ക്ക് ആശീർവാദം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അംഗീകരിക്കുന്നവരെ കുറിച്ചാണ് പറയണത്. അവർ ചെയ്യത്തില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുന്നു. അത് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ പകുതി മനുഷ്യർ, ഞാൻ ഈ ആൾക്കാരെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു സത്യം, പാപം ഡയറക്റ്റ് ചെയ്യുന്നവരെക്കാൾ പാപികളായുടെ എണ്ണം കൂടിയിരിക്കുന്നത് അംഗീകരിക്കുന്ന ആൾക്കാരിലാണ്. അവിടെ തിന്മ അംഗീകരിക്കുന്നു. ഇപ്പോൾ അബോർഷൻ ചെയ്യാൻ വേണ്ടി ഒരു ആവശ്യമില്ല. അബോർഷൻ ചെയ്യാൻ വേണ്ടി ആശുപത്രി കൂട്ടിക്കൊണ്ടു പോകുന്ന ആൻറ്റിമാരില്ലേ, അവിടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നീ അവളുടെ നല്ല പിള്ള ചമയാൻ വേണ്ടിയാണ് നീ ആ പണി കാണിക്കണത്. ദൈവത്തെ മറന്ന് അവൾക്കും നിനക്കും പണി വരുന്നുണ്ട് അവറാച്ച. എന്താ കാര്യം? ആകാശവും ഭൂമിയും മാറിയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കിന് മാറ്റമില്ല. കർത്താവിൻ്റെ വാക്കിന് മാറ്റമില്ല. സഭയുടെ വിശുദ്ധി നിലനിൽക്കുന്നത് പാരമ്പര്യത്തെക്കാളുപരി കർത്താവിൻ്റെ വചനത്തിലാണ്. ഈ വചനത്തെ വളച്ചൊടിക്കുമെന്ന് ഓരോരോ കാലഘട്ടത്തിന് പറ്റുന്ന രീതിയിൽ പൊക്കിയും തത്തിയും കെട്ടുമെന്നൊക്കെ കർത്താവിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? 21:34 എന്താ വായിച്ചേ? മത്തായി 24:35. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ ആകാശവും ഭൂമിയും കടന്നു പോകും. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. അപ്പൊ കർത്താവിന്റെ വാക്കിന് മാറ്റം ഉണ്ടാകത്തില്ല എന്നർത്ഥം. എൻ്റെ മക്കൾ, നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാനക്രമം എന്നതിനേക്കാൾ ഉപരി വചനത്തോടുള്ള നമ്മളെ റെസ്പോൺസീവ് റിയാക്ഷനാണ് നമ്മുടെ വിശുദ്ധിയുടെ ആസ്പദങ്ങളെന്ന് പറയുന്നത്. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. നമ്മൾ വിശുദ്ധീകരിക്കുന്ന അടിസ്ഥാന ഘടകം എന്താണ്? കർത്താവിൻ്റെ വചനമാണ്. അപ്പം ആരെല്ലാം എങ്ങനെ വ്യാഖ്യാനിച്ചാലും ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതാണ് നിൻ്റെ ആത്മാവിനെ അടിസ്ഥാനപ്പെടുത്തി അവസാനത്തെ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിക്കുമെന്ന് പറഞ്ഞാൽ ആ രോഗിക്ക് രോഗി എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അത് വെച്ച് തന്നെയാണ് അന്ത്യവിധി വരാൻ പോണത്. ആ വചനം വെച്ച് തന്നെയാണ് അന്ത്യവിധി വരണത്. ഉടമ്പടി എന്തുകൊണ്ടാണ് ഇത്തരം നിന്ന് ജ്വലിക്കണത്? ഉടമ്പടി എന്താണ് എടുക്കുന്നവർ അവരുടെ ജീവിതം വീണ്ടെടുക്കണത്? അത് കർത്താവിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് അനുപേക്ഷണമായിട്ട് ജീവിതം പുനഃക്രമീകരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ വസ്ത്രങ്ങളണിഞ്ഞ് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ
തങ്ങളുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ച സഹനങ്ങളിലൂടെ കടന്നു പോന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹനം ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായിക്കൊണ്ട് വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ജനങ്ങൾ ഇങ്ങനെ അനുദിനം കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് ഉടമ്പടി ജീവിത സാക്ഷ്യങ്ങളോട് കാണുന്നത്. കൈയടിച്ച് കർത്താവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആൽബിൻ്റെ ദൈവ അനുഭവ മുന്നേറ്റങ്ങളെ നമ്മൾ സുവിശേഷ വിഹിതമായി വിലയിരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്, ആൽവിൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി അവസാനം കുമ്പസാരിച്ചിട്ട് കൃപാന കൈക്കൊണ്ടിട്ട് അവൻ അവസാനം ഉടമ്പടി എടുക്കാൻ വേണ്ടി വരും. കാര്യം എന്താണ്? ആദ്യം ദൈവം അവനെ അനുഗമിക്കാൻ തുടങ്ങി. ഇപ്പോഴെന്നാ പറ്റിയിരിക്കണത്? ദൈവത്തെ അവൻ അനുഗമിക്കാൻ തുടങ്ങി. മതി കണ്ട, കാലാവസ്ഥ മതി കണ്ട. അങ്ങനെ വന്നപ്പോൾ അവൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ അവൻ ഇപ്പോൾ ഒരു ജോലി അവന് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, ഷിഫ്റ്റ് സമ്പ്രദായമാണ്. അപ്പോൾ അവൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിശുദ്ധീകരിച്ച് അതിന് തക്ക യോഗ്യതയോടുകൂടി ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ താഴെ വന്നപ്പോൾ 16 മിസ് കോൾ വന്ന് കമ്പനി വിളിച്ചിരിക്കുകയാണ്. നീ എന്താ ആദ്യം വരാത്തത്? അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞേ. അല്ലടാ, ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ്. ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല, നിൻ്റെ ഷിഫ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത്. അപ്പോഴാവും പറഞ്ഞു, എൻ്റെ അമ്മേ, ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ലെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. അവരാരും പറഞ്ഞില്ല. ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല എന്ന് അവർ പലരോടും പറഞ്ഞാണ് ആൽബിനോട് പറയാൻ വേണ്ടി. ആൽബിനോട് ആരും പറഞ്ഞില്ല ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ലെന്ന്. അത് മറച്ചു വെച്ചു. ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിന്ന് ഉടമ്പടി എടുക്കാൻ വരത്തില്ല. അപ്പോഴമ്മയാണ് മറച്ചു വെച്ചത്. ഞാൻ ഉടമ്പടി എടുക്കാനെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. എന്ത് രസമാണെന്നറിയാം സാക്ഷ്യം കേൾക്കാൻ. അതായത് നമ്മളെ ഉടമ്പടിപ്പിക്കാൻ വേണ്ടി നമ്മളെ അറിയിക്കേണ്ട ചില കാര്യങ്ങളെ അറിയിക്കാതെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ ഭയങ്കര സൂക്ഷ്മ സംരക്ഷണം. മക്കളെ, ഞാൻ പറഞ്ഞു, യു ആർ ഇൻ സർവൈൻസ്. അതായത് നിങ്ങൾ നിരീക്ഷണത്തിലാണ് അമ്മയുടെ, വേറെ ആരുടെയുമല്ല, അമ്മയുടെ നിരീക്ഷണത്തിലാണ്. നിങ്ങൾക്ക് കടമുണ്ടെന്നും രോഗമാണെന്നും ജോലിയില്ലെന്നും നിങ്ങളുടെ മനസ്സ് തിളച്ചുകൊണ്ടിരിക്കുന്ന മുറിവേറ്റതാണെന്നും എല്ലാം അമ്മയ്ക്കറിയാം. നിങ്ങൾ താങ്ങിപ്പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെ സന്ധിക്കാനാണ്. നിങ്ങൾ കുതറരുത്. കുതറിപ്പോയിട്ട് ചില ആൾക്കാർ ഉടമ്പടി എടുക്കും, എന്നിട്ട് പോയി ഉടമ്പടി ഇല്ലാതെ ജീവിക്കും. അതാണ് പ്രശ്നം. ഉടമ്പടി ഇവിടെ വന്നിങ്ങനെ ഏതാണ്ട് കൊണ്ടുവന്ന് കെട്ടിത്താത്തുന്ന പരിപാടിയാണ് ഉടമ്പടി എന്നാണ് ആരാണ്ട് പെരിച്ചാഴികൾ പറഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അത് ആ തീ കൊണ്ട് ഈ ചേന വേഗത്തില്ല. പുറത്തിറങ്ങി മര്യാദയ്ക്ക് ഉടമ്പടി പ്രകാരം നമ്മൾ ദൈവസ്നേഹത്തോടു കൂടി സുവിശേഷ വേല ചെയ്യണം, പരിശുദ്ധ പ്രവർത്തനം ചെയ്യണം, രോഗി സന്ദർശനം ചെയ്യണം. അപ്പോൾ ആൽബിന് ഇതിനെല്ലാം തയ്യാറായി. കാര്യം ഉടമ്പടി എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായിട്ടും ഷിഫ്റ്റ് ഇല്ലാഞ്ഞ കാര്യം അമ്മ എന്നോട് പറയാതെ എന്നെക്കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചില്ലേ. അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് ആൽബിൻ പിന്നെ ധരിച്ചത്. ആൽബിൻ പുറത്തു പോയി കഴിഞ്ഞ് ഞാൻ എവിടെയാണ് രോഗികളെ കാണാൻ പോകേണ്ടതെന്ന് അമ്മയോട് ചോദിച്ചു. ഞാൻ എവിടെയാണ് ഈ രോഗികളെ പോയി കണ്ടിട്ട് അവരെ ശുശ്രൂഷിക്കേണ്ടത്? അപ്പോൾ അമ്മ പറഞ്ഞ് നിൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴവൻ ആ തിരക്കി പിടിച്ച ആ രോഗിയെടുത്ത് ചെന്ന് ആ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു ആലയമുണ്ട്, അവിടെ ചെന്ന് കുറേ രോഗികളെയൊക്കെ നോക്കുകയും അവർക്ക് വേണ്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ശുശ്രൂഷ ചെയ്തപ്പോൾ അവൻ വിചാരിച്ചേടെ എൻ്റെ ശമ്പളത്തിൻ്റെ ദശാംശം ഉണ്ടല്ലോ, ഈ മാസത്തെ ശമ്പളം ഞാൻ ഈ സ്ഥാപനത്തിന് കൊടുക്കാം എന്നവൻ ചിന്തിച്ച്.
ഈ മാസത്തെ ശമ്പളം ഈ സ്ഥാപനത്തിന് കൊടുക്കാമെന്ന് ആൽബം ചിന്തിച്ചപ്പോൾ പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാൻ വേണ്ടി മാത്രം വരുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ മാസത്തെ ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ശമ്പളത്തിന്, പക്ഷേ എനിക്ക് അമ്മ പറഞ്ഞു തരണം, ഞാൻ കൊടുക്കണം, ഞാൻ കഷ്ടപ്പെട്ട് പണിയണ കാശാണ്, അത് അവർ പുട്ടടിക്കുമോ എന്ന് ചോദിക്കണം. എന്നുവെച്ചാൽ ആ അവിടുത്തെ ബ്രദർ പുട്ടടിക്കുമോ എന്ന് അത് നേരെ വന്ന് ചോദിച്ചിരിക്കണം. പക്ഷേ അവിടുത്തെ ബ്രദർ ആ രോഗികളെ നോക്കുന്നവൻ്റെ അടുത്താണ് ഞാൻ കാശ് കൊടുക്കാൻ പോണത്. അവരെൻ്റെ കാശ് വാങ്ങിച്ച് അയാൾ സ്വന്തമായിട്ട് കുടുംബത്തിന് വേണ്ടി പുട്ടടിക്കുമോ? അമ്മ പറയണം, എന്നാൽ ഞാൻ കൊടുക്കത്തുള്ളൂ എന്നാണ്. അവനിങ്ങനെ ആ ഒരു ടൈപ്പാണ്. അപ്പോൾ ഒരു ദിവസം ഇത് അമ്മയോട് ഇങ്ങനെ പറഞ്ഞ് അവൻ ഇറങ്ങുമ്പോൾ പെട്ടെന്നൊരു പഴയ തണുത്ത മുല്ലപ്പൂവും തണുത്ത കാറ്റും മുല്ലപ്പൂവും അടിച്ചുകൊണ്ട് കയറി. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ബ്രദർ അവിടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം തന്നെ ആ കാശെടുത്ത് അങ്ങോട്ട് കൊടുത്ത്. അമ്മയുടെ ഒരു രീതി അതാ, നീ പറഞ്ഞ വിഷമിക്കേണ്ട, അവൻ പുട്ടടിക്കത്തില്ല, അവനെ കൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്, നീ ഇങ്ങനെയൊക്കെ കോപ്പറായിട്ട് തരം പറയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്ത് രസമാണ് ഇതൊക്കെ കേൾക്കാൻ, നമ്മൾ ഞെട്ടിപ്പോകും. അതായത് നമ്മൾ മാത്രമേ മാതാവിനൊരു മകളുള്ളൂ, ഈ ഭൂമി നമുക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മൾ ദൈവത്തോട് സത്യസന്ധമായിട്ട് ഇടപെടുമ്പോൾ ദൈവം അനുനിമിഷം നമ്മുടെ ഓരോ ചെയ്വനകളും ഓരോ മൂവ്മെൻറ്റ്സും, ഇപ്പം നീ മൂവ് ചെയ്യണത് എനിക്കറിയാവുന്നല്ലേ പറയണത് അല്ലേ? 139 സങ്കീർത്തനം എന്താ പറയണത്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. 139 സങ്കീർത്തനം 2-ാം തിരുവചനം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്ന. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്ന. എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. നടപ്പും കിടപ്പും അങ്ങ് പരിശോധിക്കുന്ന. എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. എന്റെ മാർഗങ്ങൾ നന്നായി അറിയാം. ഒരു ചിന്ത, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ, ഒരു വാക്ക് എന്റെ നാവിലെത്തുന്ന മുമ്പ് തന്നെ കർത്താവേ അത് അവിടുന്ന് അറിയുന്നു. കർത്താവേ അങ്ങ് അവിടുന്ന് അറിയുന്നു. അതായത് ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വരുന്ന മുമ്പ് തന്നെ നീ എന്താണ് മനസ്സിൽ ഓർക്കണത് അതിനെല്ലാം നിന്നോട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിന്റെ കൂടെ സഞ്ചരിക്കണ ദൈവം. ഉടമ്പടിയിലല്ലാതെ ഇത്രയും കൃത്യമായിട്ട് ഞാൻ ആരിലും ഇന്ന് വരെ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ദൈവത്തെ അനുഭവിച്ച് ഞാൻ കണ്ടിട്ടില്ല. അത്രക്ക് ഭയങ്കരമായ രീതിയിലാണ് ദൈവം സത്യസന്ധമായ ഉടമ്പടി ജീവിതക്കാരോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുന്ന രീതികൾ. അതിനുശേഷം അവന് പരീക്ഷ 19/3/22 പരീക്ഷ എഴുതി വെച്ചാണ് ഉടമ്പടി എടുക്കുന്നത്. 22 പരീക്ഷയുടെ അവസ്ഥ ഭയങ്കരമാണ്. 22 പരീക്ഷ സെനഗോമേൻ്റെ പരീക്ഷ എഴുതിയിട്ടാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. പരീക്ഷയ്ക്ക് പൊട്ടിപ്പോയി, എഴുതി പൊട്ടി. പരീക്ഷ പൊട്ടിയിട്ടില്ല, റിസൾട്ട് വന്നിട്ടില്ല. പക്ഷേ എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി ഇതിൽ നിന്നൊന്നും കിട്ടാൻ പോണില്ല. പക്ഷേ ഞാൻ തോറ്റാലും കുഴപ്പമില്ല, ഞാൻ ജയിച്ചിരിക്കണ. കാര്യം എന്താണ്? അമ്മ എൻ്റെ കൂടെ സഞ്ചരിക്കണമെന്ന്. അതാണ് പ്രശ്നം. പരീക്ഷ തോറ്റ്, പരീക്ഷ എഴുതി, പക്ഷേ റിസൾട്ട് വന്നിട്ടില്ല. പക്ഷെ പൊട്ടപ്പരീക്ഷയായിരുന്നു, റിസൾട്ട് വന്നിട്ടില്ല. പക്ഷെ തോറ്റാലും എനിക്കത് ഫീലില്ല. എന്താ കാര്യം? അമ്മയെ ഞാൻ അറിഞ്ഞല്ല, കണ്ടല്ല, എൻ്റെ കൂടെ അമ്മ സന്തോഷം എൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ടല്ല. ആധ്യാത്മികമായ ആന്തരിക അഭിഷേകത്തിലെ തകർച്ചകളെ അതിജീവിച്ചുകൊണ്ട് ഇവൻ അങ്ങനെ പോവുകയാണ്. എന്നിട്ട് വരാൻ പോണ തകർച്ചയെ പോലും അവൻ മുൻകൂട്ടി അതിജീവിച്ചുകൊണ്ടുള്ള ഒരു ആത്മശക്തി ഇവന് ലഭിച്ചിരിക്കുകയാണ്. ഇതാണ് ആത്മശക്തി എന്ന് പറയുന്നത്. അതായത് തോറ്റാനിക്ക് പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞ ആ ഒരു വകുപ്പിലാണ്. എന്തൊരു അനുഭവമാണെന്ന് ചോദിക്കാൻ നിങ്ങൾ. എന്നിട്ട് പക്ഷെ അങ്ങനെയല്ല. അമ്മ എന്തു ചെയ്യും? അമ്മ ഇവനോട് പറയും, ഇനി നീ വാങ്ങിച്ച ഒരു കെട്ട് പത്രം വാങ്ങിച്ച് പരീക്ഷ പ്രവർത്തനം ചെയ്യാൻ ഇവന് പ്രയാസം ഉണ്ടായിരുന്നു. അവനിപ്പോൾ 5 കെട്ട് പത്രം മേടിച്ച് പരീക്ഷ പ്രവർത്തനം ചെയ്തിട്ട് 10 പത്രം വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പം അമ്മ പറയും, റിസൾട്ട് വരാനായി, പത്രം 10 വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറയും. എന്ത് രസമായി സാക്ഷ്യം കേൾക്കാന്ന് പറയാ. മറ്റേ നീ തോക്കുമെന്ന് പറഞ്ഞ പരീക്ഷയില്ലേ, അതിന് റിസൾട്ട് അടുത്ത ദിവസം വരും. പക്ഷേ നിൻ്റെ പരീക്ഷ പ്രവർത്തനത്തിന് 10 പത്രം എക്സ്ട്രാ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറയും. ഉടനെ ഇവൻ പരവേശം എടുത്തിട്ട് ആ 10 പത്രം കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കണമല്ല,
ഇവൻ പത്രമായിട്ട് പുറത്തിറങ്ങുമ്പോഴുണ്ട് ഈ പരന്താർക്കണ പോലെ വന്ന ആൾക്കാർ പത്രം മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇതൊരു പുതിയ കാലമാണ്. ഒരു പത്രം കൊടുക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു. ഇന്ന് പത്രം എന്ന് പറയുമ്പോൾ ആൾക്കാർ ആർത്താർത്ത് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അത് വല്ലാത്തൊരു അനുഭവമാണ് അവന് പത്രം കൊടുത്തു തീർന്ന് അപ്പോഴുണ്ട് അവൻ്റെ ബർത്ത്ഡേക്ക് അമ്മയോട് പറഞ്ഞു, അമ്മ ബർത്ത്ഡേ ആണ് വരണത് കേട്ടാന്ന് പറഞ്ഞു. അപ്പം അത് തിരിച്ച് പറയാം, പത്രം കൊടുത്തേ എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ബർത്ത്ഡേ അന്ന് തന്നെ റിസൾട്ട് വന്ന് അവൻ പാസ്സായി. ഞാൻ പറഞ്ഞത് ഒരാളെങ്കിലും സഞ്ചരിക്കുന്ന വഴികൾ കണ്ടില്ലേ, പിന്നെ ഉടനെ ടെസ്റ്റിന് വിളിക്കും. ടെസ്റ്റിന് വിളിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ടെസ്റ്റിന് വിളിക്കും. പിന്നെ വേറെ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ആ ടെസ്റ്റിന് മെഡിക്കലും ഓരോ കാര്യങ്ങളുടെയൊക്കെ ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ. ആ ടെസ്റ്റിനാവാൻ പറയണത് 1 മണിക്കൂറാണ് എനിക്ക് ടെസ്റ്റിനുള്ളത്. പക്ഷേ എനിക്ക് 1.5 മണിക്കൂർ ഉണ്ടായാലും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ 40 മിനിറ്റ് കൊണ്ട് ഞാനത് ചെയ്ത് മാറ്റി. അതായത് അവിടെയും ടൈം ഷോർട്ടണിങ് എന്നാണ് പറയുന്നത്. ടൈം ഷോർട്ടണിങ് അവർ തന്നെ വ്യാഖ്യാനിക്കണം അവരുടെ ജീവിതാനുഭവങ്ങളെ. 1 മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് എഴുതേണ്ട പരീക്ഷ 1 മണിക്കൂറെ കൊടുത്തിട്ടുള്ളെങ്കിലും 40 മിനിറ്റ് കൊണ്ട് അമ്മ അത് ചിക്കതമ്മ എഴുതി തീർത്ത് കളഞ്ഞു. അതാണ് അതിൻ്റെ പറയും, ഇതാണ് ടൈം ഷോർട്ടണിങ് എന്ന് അമ്മ എനിക്ക് തന്ന ടൈം ഷോർട്ടണിങ് എന്ന് പറയും. അപ്പോൾ പിന്നീട് അവനെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വിളിക്കും. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി വിളിക്കുന്ന ആൾ ഹൈദരാബാദിൽ നിന്നൊരു ഹിന്ദിക്കാരത്ത് വിളിക്കും. ഇംഗ്ലീഷ് ഹിന്ദിയിൽ സംസാരിക്കും. നിനക്ക് 1-ാം തീയതി 2-ാം തീയതി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണെന്ന് പറയും. അപ്പോൾ ഉടനെ യെസ് മാഡം ഞാൻ റെഡി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയും. പക്ഷേ ഇവൻ പറയും, എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഈ ഹിന്ദിക്കാരത്തിനെ വരണമെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പുകയായിരിക്കും. എനിക്ക് ഹിന്ദി അറിയാൻ പറ്റും, മണ്ണം കെട്ടി അറിയാൻ പറ്റില്ല. അമ്മേ എങ്ങനെയെങ്കിലും മലയാളി വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഉടനെ രാത്രി ആകുമ്പോൾ ഒരു മലയാളി വിളിക്കും, ഞാനാണ് നിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യണമെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നിങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഇതെന്നാ പരിപാടിയാണ്. അവനെന്താ പറഞ്ഞത്, ഹിന്ദിക്കാരത്തോട് ഞാൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്താൽ എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല, പണി മേടിക്കും ഞാൻ. അതുകൊണ്ട് എനിക്ക് വേണ്ടി അമ്മ ഒരു മലയാളിയെ വെക്കണം. 2.5 മണിക്കൂറിനുള്ളിൽ അമ്മയോട് മാത്രമല്ല പറഞ്ഞത്, അവരോട് പറഞ്ഞതല്ല, ആ മലയാളി പിടിക്കുവനെ ഉടനെ ഞാനാണ് നിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യണം. ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ ഇവന് അടുത്ത പ്രശ്നം വരാൻ പോണത്, ഇവന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അതിൻ്റെ കയ്യിരിക്കണത് ഒരു ജൂനിയർ സർജൻ്റെതാണ്. അത് പറ്റത്തില്ല, റിജക്റ്റാണെന്ന് പറയും. അത് സീനിയർ സർജൻ്റെ വേണമെന്ന് പറയും. അപ്പോൾ സീനിയർ സർജന് വേണ്ടി എറണാകുളത്ത് വന്നിട്ട് എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് സീനിയർ സർജനെ കാണാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് വണ്ടി തിരിഞ്ഞ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകും. അവിടെ ഇവൻ ചെല്ലുമ്പോൾ സീനിയർ സർജൻ കാത്തു നിൽക്കില്ല. ഇവന് ഒരു മാഡം കാര്യം പറയും, എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറയും. 1 മണിക്കൂറിനുള്ളിൽ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതായത് മാതാവ് ഒരു കാര്യം ഏറ്റെടുത്ത പിന്നെ എണ്ണയിട്ട യന്ത്രം പോലെ നീ എങ്ങോട്ട് പോകണം, നീ നടക്കേണ്ട വഴി എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുക മാത്രമല്ല, നിന്നെ കൂട്ടിക്കൊണ്ടുപോയിരിക്കും. കൈയടിച്ച് കർത്താവേ ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുവീ, ജീവിതം ധന്യമായി തീർന്നിടും. ആൽവിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ്. തകർന്നരിപ്പണമായി തോറ്റ് തുന്നമ്പാടി ഒരു സൈക്കോളജിസ്റ്റിനെ തിരക്കിയ മനുഷ്യൻ, ഒരു മാനസിക ചികിത്സാ വിദഗ്ധനെ തിരക്കിയ ആളെ അമ്മ അവിടുന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാക്കുന്ന ഒരു വഴിയില്ലേ, ആ വഴിയാണ് ഉടമ്പടി എന്ന് പറയണത്. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കട്ടെ, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, കൈകൾ രണ്ടും വിടർത്തി വെക്കുക. കർത്താവിൻ്റെ വിശുദ്ധ രക്തം കൈകളിലേക്ക് തളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ, നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം അങ്ങനെ മക്കളുടെ കൈകളിലേക്ക് തളിക്കണമേ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരോ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈകളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. രണ്ട് കൈകളും നെഞ്ചത്ത് വെച്ചുകൊണ്ട്, നെറ്റിയിലും വെച്ചുകൊണ്ട് അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. രോഗശാന്തി പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവെ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവെ ചെകിടിന് കേട് നൽകിയവനെ, കർത്താവെ ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, കർത്താവെ മഹോദരോഗ്യം സുഖപ്പെടുത്തിയവനെ, കർത്താവെ തലവാരോഗ്യം സുഖപ്പെടുത്തവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നിന്റെ തിരുനാമം സ്തുതി പറയുന്ന കർത്താവെ, ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഓരോ കോശങ്ങളിലും ഓരോ പെശുകളിലും രക്തഞരമ്പുകളിലും ആന്തരിക അവയവങ്ങളിലും തലച്ചോറിലും തൊണ്ടയിലും ഹൃദയത്തിലും കരളിലും ഉദരത്തിലും കുടലിലും ആന്തരിക അവയവങ്ങളിലും ഗർഭാശയത്തിൽ മൂത്രാശയത്തിൽ ആമാശയത്തിൽ പ്രശ്നങ്ങളിൽ കർത്താവ് അസ്ഥികളിലെ പേശികളിൽ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. നടുവില് കിഡ്നികള്, കരളുകള്, ഹൃദയം, സ്പോണ്ടിലോസിസ്, ഞരമ്പുകള്, നാടിഞരമ്പുകള്, അസ്ഥികള്, നടുവല്ലുകള്, ഇടുപ്പല്ലുകള്, എല്ലാ ക്യാൻസർ രോഗികള്, കരരോഗികള്, കിഡ്നി രോഗികള്, ത്വക്ക് രോഗികള്, അർസസ് രോഗികള്, അൾസർ രോഗികള്, PCOD രോഗികള്, കർത്താവേ എയ്ഡ്സ് രോഗികള്, യേശുവിൻ്റെ നാമത്തില് എപ്പിലെപ്സി രോഗികള് കർത്താവിൻ്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാർഗരോഗങ്ങൾ തീരാവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സുഖപ്പെട്ടുകൊണ്ട് യേശുവിന്റെ നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകൾ നെഞ്ചത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ട് നിൽക്കട്ടെ. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, കുടുംബ തകർച്ച വന്നവര് പോയവര്, തൊഴിൽ തകർച്ച വന്നു പോയവര്, വരുമാനമില്ലാത്തവര്, മുട്ടിയവര്, കുടുംബ ബന്ധങ്ങൾ അകന്ന് ജീവിക്കുന്നവര്, അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശ്രുതികട്ടെ കർത്താവേ, ശ്രുതികട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ജോലിയില്ലാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വീടില്ലാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മക്കൾ അകലങ്ങളിലുള്ളവരെ വിദേശത്ത് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ, അവിടെ ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ട് കർത്താവേ, പാർട്ട് ടൈം ജോലി കിട്ടാത്തവരുണ്ട് കർത്താവേ, അവിടെ അഡ്മിഷൻ ഇപ്പോൾ വെക്കാത്തവരുണ്ട് കർത്താവേ. ഈശോ കർത്താവ് ബാങ്ക് ലോൺ പാസ്സാകാത്തതുണ്ട് കർത്താവേ. വീട്, മറ്റു തരത്തിലുള്ള നാട്ടിലുള്ള ജോലികൾ, സംസ്ഥാന ജോലികൾ, PSC ജോലികൾ, UPSC ജോലികൾ കർത്താവെ, ഓരോരോ ജോലികൾക്ക് വേണ്ടി, സ്വകാര്യ ജോലികൾക്ക് വേണ്ടി ഒക്കെ അന്വേഷിക്കുന്നവർ, ആശ്രയിക്കുന്നവർ, പഠിച്ചിട്ടുള്ളവർ,
അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ, പരീക്ഷ കഴിഞ്ഞവർ, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള വിസ ലഭിക്കാത്തവർ, PR കിട്ടാത്തവർ, ഗ്രീൻ കാർഡ് കിട്ടാത്തവർ, ഈശോ ഇങ്ങനെ ഓരോരോ വിഷമങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നവർ, ഈ ആഴ്ചയിൽ ഈ മാസത്തിൽ ഇൻ്റർവ്യൂ ഉള്ളവർ, ടെസ്റ്റ് ഉള്ളവർ, യാത്ര ഉള്ളവർ, അവരെല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ, കുരിശിൻ്റെ അടയാളത്തിൽ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, എല്ലാ ജീവിതദുരിതങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ നാമം ഈ ആരാധനയിലും മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. മുട്ട നിൽക്കുക. അച്ഛൻ പറയാത്ത വിഷയങ്ങൾക്ക് വേണ്ടി ഓർത്ത് നിങ്ങളുടെ വിഷയം റെഫർ ചെയ്തിട്ടില്ലെങ്കിൽ, അത്താരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോഴേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഈശോയ്ക്ക് സമർപ്പിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നോമ്പിൻ്റെ ഈ കാലയളവിൽ അനുദപിച്ച് പൂർണ്ണമായി സുവിശേഷത്തിൽ വിശ്വസിച്ച് നിന്നിലേക്ക് തിരിയുവാൻ ഈശോയെ ഇന്നത്തെ ആരാധന ഉടമ്പടി വചനങ്ങൾ ഞങ്ങളെ പ്രത്യേകമായി സഹായിക്കണമേ, ഞങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും പരിശുദ്ധ പരമ